ഒരു പെൺകുഞ്ഞിന് 10 വയസ്സ് വരെ മാത്രം നമുക്ക് സാധ്യമാവുന്ന ഒരു ചടങ്ങാണ് താലപ്പൊലി എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ അത്രയും സിമ്പിളായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് വലിയൊരു സംഭവം തന്നെയാണ് താലപ്പൊലി. അതെ, ഏത് പെൺകുഞ്ഞുങ്ങളുണ്ടെങ്കിലും അവരുടെ അമ്മമാരും അച്ഛന്മാരും നേർച്ചയായിട്ട് അങ്ങ് പറയും, ഞാൻ താലപ്പൊലി തന്നേക്കാന്നുള്ളത്. താലപ്പൊലി എന്ന് പറയുന്നത് ഒരു തട്ടത്തിൽ കുറച്ച് അരിയും പൂവും പഴവും പിന്നെ തേങ്ങ അല്ലെങ്കിൽ കരിക്ക്. അരി എന്ന് പറയുന്നത് പച്ചരിയാണേ. പിന്നെ നമുക്ക് പറ്റുന്ന എന്തൊക്കെയാണെന്നുള്ളത് അതൊക്കെ അങ്ങ് വെക്കാം. എന്നിട്ട് ഒരു ഇടിഞ്ഞിലോ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ ഭാഗമോ വിളക്കെത്തിക്കുന്ന ഭാഗമോ വെച്ച് അതിൽ എണ്ണയും തിരിയൊക്കെ വെച്ച് നിലവിളക്ക് കത്തിച്ച് എഴുന്നള്ളത്ത് കഴിഞ്ഞ് വരുന്ന ദേവിയെ നമ്മൾ താലപ്പൊലിയായിട്ട് അകമ്പടിയോടുകൂടി തിരിച്ച് ദേവി സന്നിധിയിൽ, അതായത് അമ്പലത്തിനകത്ത് കയറ്റുന്ന ആ ഒരു ചടങ്ങാണ് താലപ്പൊലിയായിട്ട്. ഇതെൻ്റെ അറിവാണ്. ഇതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഞാൻ അറിഞ്ഞ അറിവ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. ഇതറിയാത്തവരുണ്ട്. കാരണം ഞാൻ താലപ്പൊലിയുടെ റീലിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചത് എന്ത് ചടങ്ങാന്നുള്ളത്. എൻ്റെ തലയിൽ പൂ വീഴുന്ന കണ്ടിട്ടാണ് എല്ലാവരും ചോദിച്ചത്. ആ പൂ വീഴുന്നത് ആദ്യം, അതായത് ഈ താലപ്പൊലി തുടങ്ങുന്നതിന് മുന്നേ ഒരു വണ്ടിയിൽ നിറച്ച് ചാക്കുകളിൽ നിറയെ പൂ വറുത്ത് വെച്ചിട്ടുണ്ടാവും. ഈ താലപ്പൊലി കഴിഞ്ഞ് താലപ്പൊലിയുടെയൊക്കെ ഈ മുൻപേ വരുന്നവരുടെയും പുറകെ വരുന്നവരുടെയൊക്കെ തലയിൽ ഈ പൂ ഇങ്ങനെ അവർ വിതറിക്കൊണ്ടിരിക്കും. പുഷ്പത്തിൻ്റെ അകമ്പടിയോട് കൂടി കൊണ്ടുപോകുന്നതാണ്. അപ്പം ഞങ്ങൾ മുൻവശത്തായിരുന്നുകൊണ്ട് പണ്ടാര താലപ്പൊലി എന്ന് പറയും. അതായത് താലപ്പൊലി എടുക്കുന്ന കുഞ്ഞുങ്ങളുടെ പേര് നമ്മൾ നേരത്തെ അമ്പലത്തിൽ നൽകും. അപ്പോൾ നറുക്കെടുപ്പുണ്ടാവും. ആ നറുക്കെടുപ്പിൽ ഒരു കുഞ്ഞിന് പണ്ടാര താലപ്പൊലി വീടും. അതായത് അമ്പലത്തിൻ്റെ വക താലപ്പൊലി എന്നുള്ളതാണ് പണ്ടാര താലപ്പൊലി. അപ്പോൾ അങ്ങനെയുള്ള ആ താലപ്പൊലിയാണ് ഫ്രണ്ടിൽ ആദ്യം, അതായത് മുൻനിരയിൽ ആദ്യം ഉണ്ടാവുന്നുള്ളത്. ആ താലപ്പൊലിയുടെ തൊട്ടുപുറകെയാണ് ഞങ്ങളുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പൂ അത്രയും ഞങ്ങളുടെ തലയിലായിരുന്നു. ഇനിയാണ് ട്വിസ്റ്റ്. നിന്ന് പതിയല്ലേ വരുന്നത് താലപ്പൊലി. ആദ്യം എല്ലാവരും ഒരുങ്ങിയതിൻ്റെ ആ ഒരു ഇച്ചിരി ആ ദാഷ്ട്യമൊക്കെ കാണിക്കുമെങ്കിലും പോകെ തളരും. തളർന്നു കഴിയുമ്പോഴത്തേക്കും അവിടെ നിൽക്കുമ്പോൾ ഈ പിള്ളേരെല്ലാം കൂടി അങ്ങ് കൂടി അലമ്പാക്കും. പക്ഷേ ആ അലമ്പ് കാണാൻ എന്ത് രസമെന്നറിയോ? അത് കാണുന്നവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. നമ്മുടെ മുൻവശത്തിൽ ഓറിയിലുണ്ടായിരുന്ന ആ കുട്ടികളും നമ്മളെ കുട്ടികളും തമ്മിലും ഭയങ്കര കോമ്പിനേഷനായിരുന്നു. അവരിങ്ങോട്ട് പൂവറിയും, നമ്മളെ കുട്ടികൾ ആ പൂവിനെ തിരിച്ച് വാരിയെറിയും. എന്തു പറഞ്ഞാലും നന്നായിട്ട് ആസ്വദിച്ചൊരു താലപ്പൊലിയായിരുന്നു ഈ വർഷത്തേത്. ഇനി ഒരു വർഷം കാത്തിരിക്കണം. എൻ്റെ കുഞ്ഞിപ്പെണ്ണിന് പറ്റുന്നത് വരെ ഞാൻ താലപ്പൊലി എടുക്കും കേട്ടോ. കാരണം എടുക്കണം എന്ന് എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ദേവിക്ക് വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ അണിയിച്ചൊരുക്കി അങ്ങ് കൊടുക്കുകയല്ലേ, അതൊരു വിശ്വാസം.